ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. സ്വർഗം തുറന്നിങ്ങണയുന്ന ദൈവത്തെ കാണുന്ന കണ്ണുകൾ എത്ര പവിത്രം. സ്വർഗം തുറന്നിങ്ങണയുന്ന ദൈവത്തെ കാണുന്ന. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പറ്റാത്തൊരുറവയായി ഈ മണ്ണിൽ നിങ്ങൾ ഒഴുകിയിടുന്നു. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ ത്യാഗത്തിൻ വഴിയാണത്. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം അമ്മമാര് നമുക്കൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. കുഞ്ഞുനാള് മുതൽ നമ്മളെ സ്നേഹിച്ചും നമ്മുടെ കൂടെ നടന്നും അവര് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നു. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായോ? പരിശുദ്ധ കന്യകാമറിയം ഇന്ന് എനിക്കൊരു അനുഭവമായോ എന്ന് നമുക്ക് ആഴത്തിൽ ഒന്ന് ചിന്തിക്കാം. ഓർക്കുക, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഏതു സാഹചര്യത്തിലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നവളല്ല പരിശുദ്ധ മറിയം എന്ന് തിരിച്ചറിയുക. ഈ അമ്മയുടെ കൈകൾ പിടിച്ച് നമുക്കും ഒരു വിശുദ്ധ ജീവിതം നയിക്കാം. ഈ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നമുക്കും യാത്രയാകാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി ഞങ്ങൾക്ക് മുൻപിൽ അണയുന്ന നിങ്ങളുടെ ജന്മം എത്രയോ പുണ്യം. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ ത്യാഗത്തിൻ വഴിയാണത്. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ ോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും അവൾ ആമേൻ എന്ന നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം.
ദൈവത്തെ അപ്പമായി നൽകുന്ന നിങ്ങൾ തൻ കരങ്ങൾ എത്ര വിശുദ്ധം. കാണാത്ത ദൈവത്തെ അപ്പമായി നൽകുന്ന നിങ്ങൾ തൻ കരങ്ങൾ എത്ര വിശുദ്ധം. മാലാഖമാർക്കൊപ്പം ദൈവത്തെ വാഴ്ത്തുവാൻ ഭാഗ്യം ലഭിച്ചവരല്ലോ നിങ്ങൾ. മാലാഖമാർക്കൊപ്പം ദൈവത്തെ വാഴ്ത്തുവാൻ ഭാഗ്യം ലഭിച്ചവരല്ലോ നിങ്ങൾ. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. ദൈവം വസിക്കുന്നൊരൾത്താര തന്നിൽ നിത്യം വിരാജിക്കും വൈദികരെ. സ്വർഗരാജ്യത്തിൽ നിത്യം ചരിക്കുന്ന നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊറിന്തോസ് 15:10. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്താലും കരുണയാലും നമ്മുടെ പ്രിയപ്പെട്ട ജിൻസൺ നിത്യപുരോഹിതനായ ക്രിസ്തുവിൻ്റെ പുരോഹിതനായി അഭിഷിക്തനാവുകയാണ്. സ്നേഹത്തിൻ്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ഈ ശുശ്രൂഷ തന്നെ ഏൽപ്പിക്കപ്പെടുന്ന അജഗണങ്ങളെ ആത്മീയമായി നയിക്കുവാനുള്ള ഈ മഹനീയ ശുശ്രൂഷ ഏറ്റവും വിശ്വസ്തയോടും ദൈവസ്നേഹത്തോടും കൂടി നിർവഹിക്കുവാൻ എല്ലാ ആത്മീയ വരങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം സന്തോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 26-ാം തീയതി പൗരോഹിത്യം സ്വീകരിക്കുന്ന ഡീക്കൻ ജിൻസൺ കീടംകുറ്റിയിലിന് എല്ലാവിധ പ്രാർത്ഥനാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടു കൂടി നേരുന്നു. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. നിങ്ങൾ തൻ പാദങ്ങൾ എത്രയോ ധന്യം. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയാണത്, അഗാധ ത്യാഗത്തിൻ വഴിയാണത്. കൃപയൊഴുകും പദവി, അനുപമമാം പദവി, ഒരു ബലിയായി തൻ ജന്മം പകരുന്നൊരു സരണി. അമേയ സ്നേഹത്തിൻ വിളിയ